സത്യം പറഞ്ഞ വൈൽഡ് കാർഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അതായത് ബിഗ് ബോസിന്റെ വൈൽഡ് കാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് സീസൺ 4 ആ ഒരു വൈൽഡ് കാർഡാണ്. അതായത് നമ്മുടെ റിയാസിനെയാണ്. ഒരു വൈൽഡ് കാർഡ് എങ്ങനെ ഗെയിം കളിക്കണം എന്ന് റിയൽ ആയിട്ട് കാണിച്ചു തന്നത് റിയാസ് മാത്രമാണ്. പക്ഷേ മുമ്പുണ്ടായിരുന്ന വൈൽഡ് കാർഡിൽ എന്താ നമ്മൾക്ക് ഫിറോസ് ഖാൻ പിന്നെ എന്തെങ്കിലും കളിച്ചു നമുക്ക് പറയാം. പിന്നെ അതിനുശേഷം റിയാസിന് ശേഷം വന്നിട്ടുള്ള വൈൽഡ് കാർഡ് ഒരു ഇമ്പാക്റ്റും ബിഗ് ബോസിൽ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു വൈൽഡ് കാർഡാണ്. പക്ഷെ ഇവിടെ ഒരു 5 വൈൽഡ് കാർഡിനെ ഈ സീസൺ 7 ബിഗ് ബോസ് കയറ്റി വിട്ടു. പക്ഷെ ഈ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ പറയാം, അവര് വെറും ഫ്ലോപ്പ് ആയിപ്പോയി. സീരിയസ്ലി വെറും ഫ്ലോപ്പാണ് ഈ 5 വൈൽഡ് കാർഡ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഗെയിമും ഇല്ല, ചുമ്മാ വായിട്ടടിച്ച് അവര് കളിക്കുന്ന ഗെയിം എല്ലാം ഫ്ലോപ്പായി പോവാണ്. ഗെയിം കിട്ടാത്തോണ്ട് ബാക്കി കണ്ടസ്റ്റൻസിന്റെ പേഴ്സണൽ ലൈഫ് വരെ ഇട്ട് കളിക്കുന്നതാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ടത്. പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയേണ്ട ജിഷിൻ എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ജിഷിൻ കളിക്കുന്ന ഗെയിം എല്ലാം അട്ടർ ഫ്ലോപ്പായിട്ട് പോവാണ്. പിന്നെ അതുപോലെ തന്നെ അനുമോള കാര്യം എടുത്തു പറയണം. കാരണം അനുമോളിന്റെ ഗെയിം എന്ന് പറയുന്നത് പടവലങ്ങ വളരും പോലെയാണ്. കാരണം വളരും തോറും പടവലങ്ങയുടെ മുട്ട താഴോട്ട് എന്ന് പറയില്ലേ, അതുപോലെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അനുമോളിന്റെ ഗെയിം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ശൈത്യ പറയുന്നുണ്ട് അനുമോളാണ് ഇവിടെ ശരിക്കുള്ള ഗെയിമറെന്നും. ആദ്യം അനുമോളെ വിട്ട് കളിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. എൻ്റെ ഈ റിവ്യൂ വ്ളോഗ് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് എടുക്കത്തൊക്കെ പറയാനായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇല്ല. എന്താണ് ഒരു നോർമൽ എപ്പിസോഡ് അത്രേ പറയാനുള്ളൂ. വലിയ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പറയാം. ആദ്യം തന്നെ കിച്ചൺ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് കിച്ചണിന്റെ ഫുഡിന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതായത് കിച്ചൺ ടീം വച്ചിട്ടുള്ള സാമ്പാർ രസമായി പോയി എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് കംപ്ലൈന്റ്. പിന്നെ ഗോതമ്പ് ദോശ എന്താണ് അത് 2 കൊടുത്തുള്ള ചെറിയ ദോശയാണ്, അതിന്റെ പേരിൽ പിന്നെയും കംപ്ലൈന്റ്. ഇത്ര ദോശ കൊടുക്കാൻ പറഞ്ഞത് അനുമോളാണ്, അങ്ങനെ അനുമോളിന്റെ പേരിൽ കംപ്ലൈന്റ്. ഇതും പോരാനിട്ട് സാമ്പാർ വെച്ചത് ലക്ഷ്മിയാണെന്നും പറഞ്ഞ് ലക്ഷ്മിയുടെ പേരിൽ കംപ്ലൈന്റ്. അങ്ങനെ കംപ്ലൈന്റിന്റെ പൂരം. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ ഇയാൾ എന്ത് ചെയ്തു, നമ്മുടെ ക്യാപ്റ്റനാണ് നെവിൻ എന്ത് ചെയ്തു, അനുമോളെയും ഇയാളെ പേരെന്താ അനുമോളെയും ലക്ഷ്മിയും സ്വിച്ച് ചെയ്തു നേരെ ടോയ്ലറ്റ് ടീമിലോട്ട് ഇട്ടു. ആൻഡ് ജിസയിലെയും ഒനീലിനെയും നേരെ കിച്ചൺ ടീമിലോട്ട് ഇട്ടു. ഇതിൽ ഫസ്റ്റ് തുടക്കം ഇട്ടത് ജിഷിനാണ് തുടക്കം ഇട്ടത്. ജിഷിന് അവിടെ എന്തോ സവാളയും തക്കാളിയുടെ ചട്നി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എവിടെയും ചോദിച്ചാൽ ജിഷിന് അവിടെ ഉണ്ടാക്കുന്നത്. ഈ ജിഷിൻ എന്ന് പറയുന്നത് ജിഷിൻ പക്ക നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നത്. ആൻഡ് ഇവര് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നുമില്ല. അതായത് അനുമോളെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് നടക്കുന്നത്. അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച അനുമോൾ സപ്പോർട്ടിന് കത്തി നിൽക്കുകയല്ല അനുമോള്. അപ്പൊ അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അനുമോളെ ഒന്നും ചെയ്യാതെ ബാക്കിയുള്ളവരെ വെച്ച് ഗെയിം കളിക്കാനാണ് പറയുന്നത്. പക്ഷെ ഇത് അനുമോൾക്കാണ് നെഗറ്റീവായിട്ട് വരുന്നത്. പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അവിടെ ഇതിന്റെ പേരിൽ കിച്ചണിൽ ഒരു പൊരിഞ്ഞ അടി നടക്കുകയാണ്. അതിന്റെ പേരിൽ അങ്ങോട്ട് വഴക്ക് ഇങ്ങോട്ട് വഴക്ക്. ബിന്നി അനുമോള് നമ്മുടെ ഇതിന്റെ പേരിൽ അനുമോള് ഒറ്റയ്ക്ക് പോയി മാറിയിരിക്കുന്നു. ആദിലേക്ക് പോയി സംസാരിക്കുന്നുണ്ട്. ആദിലയുടെ ന്യൂറയുടെ വാക്കൊന്നും ഇപ്പൊ അനുമോള് കേൾക്കുന്നില്ല. അനുമോളുടെ ഓൺ ഗെയിം, അനുമോൾക്ക് തോന്നുന്ന രീതിയിൽ അനുമോളുടെ ഓൺ ഗെയിമിലാണ് അനുമോള് പോകുന്നത്. അല്ലാതെ അനുമോള് മറ്റുള്ളവരെ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ശരിയാണോ തെറ്റാണോ ഒന്നും അനുമോള് കേൾക്കുന്നില്ല. അനുമോളുടെ ഗെയിമാണ് അനുമോൾ അവിടെ കളിക്കുന്നത്. സീരിയസ്ലി ഇതിന്റെ പേരിൽ മൈജി കോർണറിന്റെ അവിടെ പോയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് മാറി മേക്കപ്പ് റൂമിന്റെ ഗേറ്റിന്റെ അവിടെ പോയിരിക്കുന്നുണ്ട്. നെവിൻ നല്ല ശരിക്കും കൊടുക്കുന്നുണ്ട്. പറഞ്ഞ് മേക്കപ്പ് റൂമിൽ പോയിരിക്കുന്നുണ്ട്. ജിഷൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ വിളിക്കുന്നുമില്ല. അനുമോളുടെ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അനുമോൾ ഇപ്പോഴും കാരണം അനുമോൾക്ക് മെയിൻ കണ്ടന്റ് കിട്ടുന്നത് കിച്ചണിൽ നിന്നാണ്. അനുമോള് റെനയും കണക്കാണ്. കാരണം അനുമോൾക്ക് മെയിൻ കണ്ടന്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്? അനുമോൾക്ക് റെനയ്ക്കും കണ്ടന്റ് കിട്ടുന്ന കിച്ചണിൽ നിന്നാണ്. അല്ല വേറെ കണ്ടന്റ് ഒന്നും അവർക്ക് വേറെ ഇല്ല. ഉള്ളത് പറഞ്ഞാൽ നേരത്തെ പിന്നെ ഉണ്ടല്ലോ, ഇപ്പൊ അതും ഇല്ല. ഇപ്പൊ ജിസൈഡ് വിട്ടു, അതുകൊണ്ട് അനുമോക്ക് വേറെ കണ്ടന്റും ഇല്ല. ആൻഡ് എനിവേ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പണിപ്പുര ടാസ്ക് വരെയാണ്. പണിപ്പുര ടാസ്ക് എന്ന് പറയുമ്പോൾ ഇവർക്ക് എൻട്രി, അതായത് നമ്മുടെ ബോംബ് എടുക്കാനുള്ള ടാസ്ക് ആണ്. അപ്പം 10 സെക്കൻഡേ സമയമുള്ളൂ ഇതിനുള്ളിൽ കളക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു 10 സെക്കൻഡിന് മുമ്പായിട്ട്
അതായത് തൊട്ടില്ല ആ ഒരു ടൈം പീരീഡില് ഇവര് ഇറങ്ങി എന്ന് വെച്ചാൽ ബസർ അടിച്ചതിന് ശേഷമാണ് ഇവർ ഇറങ്ങിയത്. പക്ഷെ മറ്റുള്ള വീട്ടുകാർ സമ്മതിച്ചില്ല. കാരണം ഇവിടെ മറ്റുള്ള വീട്ടുകാർ ഗെയിം കളിക്കുകയാണ്. കാരണം ഇവർക്ക് ആ ഒരു പാക്കേജുമായിട്ട് പുറത്തിറങ്ങിയാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ബോംബുണ്ട്, അത് ഇവർക്ക് വിനയാം, മറ്റേ ഹൗസ്മേറ്റ്സിന് വിനയാം, വൈൽഡ് കാർഡുകൾക്ക് പ്രശ്നമില്ല. അങ്ങനെ ഇറങ്ങുന്നില്ല. അപ്പൊ ജിഷിനാണ് ഫസ്റ്റ് ഇറങ്ങി. അപ്പൊ ജിഷിൻ ടൈമിന് മുമ്പ് ബസറിന് മുമ്പ് ഇറങ്ങി. ബസർ അടിച്ചപ്പോഴാണ് ജിഷിൻ പുറത്തുണ്ടായെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര അടി ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ജിഷിൻ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പാക്കേജസ് ഒക്കെ എടുത്ത് അവരെല്ലാം വീട്ടുകാരെല്ലാം എടുത്ത് പണിപ്പുരയ്ക്കകത്ത് തന്നെ തിരിച്ചിട്ടു. ഇത് പോരാനിട്ട് എന്തോന്നാണ് ആര്യൻ നന്നായിട്ട് ഇവരെ മോക്ക് ചെയ്യുന്നുണ്ട്. അതായത് നന്നായിട്ട് ഇവരെ ട്രിഗർ ചെയ്യുന്നുണ്ട് ആര്യൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പണി കിട്ടുമല്ലോ, അവരെ മാക്സിമം ആര്യൻ ഇവിടെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ആര്യൻ ട്രിഗർ ചെയ്ത് നോക്കുന്നുണ്ട്. ജിഷിൻ നല്ലതുപോലെ ട്രിഗറായി. എസ്പെഷ്യലി ഇവിടെ ഗെയിം കളിച്ചത് അക്ബറിനാണ്. അക്ബറിനെ പറ്റി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. അക്ബർ 2 ദിവസം കൊണ്ട് അക്ബർ ഒരു പോസിറ്റീവ് ലെവലിലോട്ട് അക്ബർ വരെയാണ്. അതായത് അക്ബറിന്റെ ഗ്രാഫ് ഇപ്പം ഒന്ന് പൊങ്ങി വരികയാണ് അക്ബറിന്റെ ഗെയിം ഗ്രാഫ്. കാരണം മെനിഞ്ഞാന്നത്തെ ആ ഒരു സിറ്റുവേഷൻ, ജിസിൽ ആര്യൻ അനുമോൾ സിറ്റുവേഷൻ മുതല് ഇന്നലെ ആ ഒരു ഷാനവാസ് തമ്മിൽ കോംപ്രമൈസ് ആയത് തൊട്ട് ഇന്നത്തെ ഒരു ദിവസം വരെ നമ്മുടെ അക്ബറിന്റെ ഗ്രാഫ് മുകളിലോട്ടും അനുമോളുടെ ഗ്രാഫും ഇടിഞ്ഞു കൊണ്ടുവരികയാണ് ഉള്ള കാര്യം പറഞ്ഞ. ശരിക്കും പറയാൻ പറ്റുന്ന രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് തന്നെയാണ്. പക്ഷെ അനുമോള് കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ അക്ബറാണ് ഇവിടെ തകർത്താടുന്നത്. അക്ബറാണ്. കാരണം അക്ബർ ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അഭിക്കും നല്ല അഭിലാഷ് ശരിക്കും നല്ലൊരു ഗെയിമറാണ്. അഭിലാഷ് നല്ല മൈൻഡ് ഗെയിം നന്നായിട്ട് അറിയാം. അഭിലാഷ് നല്ലപോലെ ബുദ്ധി പ്രയോഗിക്കുന്ന ആളാണ്. പക്ഷെ അഭിലാഷ് അങ്ങ് ഇറങ്ങി വന്ന് ഗെയിം കളിക്കുന്നില്ല. അത് സൈലന്റ് ആയിപ്പോയി. അതാണ് അഭിലാഷിന് ഒരു റോങ് ആയിട്ട് തോന്നുന്നത്. അല്ലാതെ അഭിലാഷ് നല്ലൊരു ഗെയിമറാണ്. ഇൻ കേസ് അക്ബറാണ് ഇവിടെ ആക്റ്റീവായിട്ട് നിന്ന് ഗെയിം കളിക്കുന്നത്. അക്ബർ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. ജിഷിന് ഇവിടെ നല്ലതുപോലെ ട്രിഗർ ആവുന്നുണ്ട്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ പറയുന്നു, ക്യാപ്റ്റനും തൊട്ടില്ല എന്നുള്ളൊരു അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ പറഞ്ഞു. പക്ഷെ ക്യാപ്റ്റൻ അഗെയിൻസ്റ്റ് ഇവരെല്ലാം പറഞ്ഞപ്പോ ക്യാപ്റ്റൻ അഭിപ്രായം മാറ്റി ഇവരെ ഇറങ്ങിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പാക്കേജിന്റെ അകത്തായി ജിഷിൻ സമ്മതിക്കുന്നില്ല. ജിഷിനാണെങ്കിൽ പാക്കേജ് അകത്ത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെ അതിന്റെ പേരിൽ ജിഷിൻ അവിടെ ട്രിഗർ ആവുന്നുണ്ട്. അങ്ങനെ ജിഷിൻ അവിടെ ഒറ്റപ്പെടുകയാണ്. കൂടെയുള്ള 4 വൈൽഡ് കാർഡുകളും ജിഷിനെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ പോകില്ല. കാരണം അത് അവർക്ക് തന്നെ അറിയാം, അവർക്ക് തന്നെ വിനയാവുമെന്ന് അറിയാം. അതുകൊണ്ട് ജിഷിനെ സപ്പോർട്ട് ചെയ്യാൻ 4 വൈൽഡ് കാർഡുകളും ബാക്കിയുള്ള 4 വൈൽഡ് കാർഡുകളും സമ്മതിക്കുന്നില്ല. അവരും ജിഷിൻ അഗെയിൻസ്റ്റ് ആയിട്ട് മാറി. ജിഷിനെ അവിടെ ഒറ്റപ്പെട്ടു. നല്ല രീതിയിൽ ജിഷിനെ അവിടെ ഒറ്റപ്പെട്ടു. പക്ഷെ ജിഷിനെ അവിടെ പിടിച്ചു നിന്നു. ജിഷിന്റെ ഗെയിം എന്താണ്? ജിഷിന്റെ ഗെയിം അവിടെ ഫ്ലോപ്പായി. ജിഷിന്റെ ഗെയിം ഓവറായി. അങ്ങനെ അക്ബർ ഫ്ലോപ്പ് ആക്കി കൊടുത്തു. ഈ ജിഷിനാണെങ്കിൽ പാക്കേജ് കൊണ്ട് അകത്ത് കയറാൻ പോകുന്നുണ്ട്. പക്ഷെ അക്ബർ സമ്മതിക്കുന്നില്ല, അകത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇവർ തമ്മിൽ ഒരു ഒരസല ഉണ്ടാവുകയാണ്. ജിഷിനും അക്ബറും തമ്മിൽ ഒരു ഒരസല ഉണ്ടാവുകയാണ്. അങ്ങനെ ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് ക്യാപ്റ്റനോട് പിന്നെയും ചോദിക്കുന്നുണ്ട്, പാക്കേജിൽ അകത്തിട്ടോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ എന്ത് ചെയ്യാണ്, ജിഷിന്റെ കയ്യിൽ നിന്ന് പാക്കേജ് വാങ്ങി അകത്തിടുകയാണ്. പിന്നെ ഇതിന്റെ ഒരു ടോക്കും അവിടെ നടക്കുന്നുണ്ട്. അല്ലേ കണ്ടില്ല. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ് ടാസ്ക് ആണ്. ക്യാപ്പിന്റെ ബേസിലുള്ള ടാസ്ക് ആണ്. ഈ ക്യാപ് ടാസ്കിൽ വരുന്നത്, ക്യാപ് ടാസ്ക് എന്ന് പറയുമ്പം ഇവർക്ക് മൊത്തം ഐ തിങ്ക് എന്തോ 6 ക്യാപ്പ് എന്തോ ഉണ്ട്. അങ്ങനെ 3 പേരടങ്ങുന്ന ടീമായിട്ട് ഇവർ സ്പ്ലിറ്റ് ആവണം. അങ്ങനെ ഓരോ ടീമിന്റെയും ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റന് ഓരോ കളർ ക്യാപ്പ് വീതം കൊടുക്കും. ഈ ക്യാപ്പിന് പവർ ഉണ്ട്. ഈ അവസാനം വരെ ക്യാപ്പ് യൂസ് ചെയ്യുന്ന ക്യാപ്പുള്ള ടീം ഏതാണോ ആ ടീമിന് ഒരു പവർ കിട്ടും. അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത് ഒന്ന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, പിന്നെ അതുപോലെ സൂപ്പർ നോമിനേഷൻ പവർ ഉണ്ട്, പിന്നെ സൂപ്പർ ഫാമിലി പവർ ഉണ്ട്. സൂപ്പർ പവറാണ് എല്ലാത്തിനും ഉള്ളത്. ഇതിൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുമ്പോൾ ഇവർക്ക് 3 ആഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീ ആവാം. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ നോമിനേഷൻ പവർ എന്ന് പറയുമ്പം ഇവർക്ക് 3 ആഴ്ചത്തേക്ക് ഡയറക്റ്റ്ലി ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് തേർഡ് പവർ എന്ന് പറയുമ്പോൾ ഇവർ കൊടുക്കുന്ന ഈ ഫാമിലി വീക്ക് വരെ നിൽക്കുന്ന ആളാരാണോ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഓൺ ഫാമിലിക്ക് ഒരാഴ്ചത്തേക്ക് ബിഗ് ബോസ് വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം കിട്ടും. ഇതാണ് പവർ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പൊ ഇവിടെ ടീം സ്പ്ലിറ്റ് ചെയ്തത് ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസ് സ്പ്ലിറ്റ് ചെയ്ത ടീം എന്ന് പറയുമ്പോൾ
ശത്രുക്കളെല്ലാം കൂടെ ഒരു ടീമിലായിരിക്കും. കാരണം റെനയും മസ്താനിയും ഒരു ടീമില്, അനുവും ജിസയിലും ശൈത്യ ഒരു ടീമില്, അപ്പാനി അനീഷും ഒരു ടീമില്. ഇങ്ങനെയാണ് ബിഗ് ബോസുടെ ഗെയിം കളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവര് എന്താ ടീം സ്പ്ലിറ്റ് ചെയ്ത് വിട്ടത്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് വീക്ക്ലി ടാസ്ക് ആണ് കേട്ടോ. നമുക്ക് കാത്തിരുന്ന ഒരു വീക്ക്ലി ടാസ്ക് ആണ് ബിഗ് ബോസ് തന്നത്. വീക്ക്ലി ടാസ്ക് ആണ്. ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് നല്ലപോലെ എല്ലാവരും നല്ലതുപോലെ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് ഇവിടെ കളിക്കുന്നത് ഫൗൾ ഗെയിമാണ്. കാരണം അനീഷ് എന്ത് ചെയ്തു? അനീഷ് ഉടനെ ബെഡിൽ പോയി കിടന്നിട്ട് ക്യാപ്പ് ഊരി മാറ്റി ഇവിടെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അത് അനീഷിന് തന്നെ വിനയായി. അനീഷ് എന്ത് ചെയ്തു? അനീഷിന് സ്ട്രഗിൾ ആയി. അനീഷ് നല്ലതുപോലെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ശ്വാസം മുട്ടിപ്പോയി. ആൻഡ് അനീഷിന്റെ മുഖമൊക്കെ ചുമന്നെല്ലാം നീലിച്ചു പോയി. കാരണം അത്രയ്ക്ക് അനീഷിന് ബുദ്ധിമുട്ടായി. പക്ഷെ അനീഷ് ഇവിടെ കളിച്ചത് ഫൗൾ പ്ലേ ആയിരുന്നു. അനീഷ് നല്ലതുപോലെ ഫൗൾ പ്ലേ ആണ് അനീഷ് കളിച്ചത്. അത് അനീഷ് വരുത്തി വെച്ചത്. പക്ഷെ ഫസ്റ്റ് തോറ്റത് അനീഷിന്റെ ടീമാണ്. അനീഷ്, അപ്പാനി, സാബുമാൻ ടീമാണ് ഫസ്റ്റ് തോറ്റത്. ആൻഡ് ഇവിടെ അനിമോൾ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. ജിസയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ജിസയിൽ ഓൺ പ്രൊട്ടക്ഷൻ ആണ്. പക്ഷെ അനിമോൾ നമ്മുടെ രേണുസുധീനെ ക്യാപ്പ് ഊരാണ് നോക്കുന്നത്. പക്ഷെ അക്ബർ നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്ത് രേണുസുധീനെ. അങ്ങനെ അനിമോൾക്ക് വാലെന്തോ കിട്ടിയിട്ട് റെഡി കൊണ്ടുപോയി തന്നെ അനിമോൾ തൂക്കി. പക്ഷെ അനിമോൾ അത് അവിടെയല്ല തൂക്കിയാണത്. ശരിക്കും അനിമോളുടെ ഹാറ്റിന്റെ കളർ, അനിമോളുടെ ടീമിന്റെ ഹാറ്റിന്റെ കളർ അവിടെയാണ് തൂക്കേണ്ടത്. എനിവേ അങ്ങനെ അനിമോളുടെ ടീം എന്ത് ചെയ്തു? അനിമോളുടെ ടീം കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തോറ്റത് അനീഷിന്റെ ടീമാണ്. വേറെ ടാസ്ക് നടന്നോന്നില്ല, ഞാൻ ലൈവ് കണ്ടില്ല. അത് VV പ്ലസിലെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ടാസ്ക് അവിടെ കഴിഞ്ഞു. അപ്പോഴേക്കും രേണുവും വയ്യാണ്ടായി, അനീഷും വയ്യാണ്ടായി. എന്നിട്ട് ഇവിടെ അനീഷ് പറയാണ്, അനീഷും അപ്പാനിക്കും സാബുമാൻ എഗെയിൻസ്റ്റ് ആയിട്ട് പറയാണ്, ഇത്രയും ഞങ്ങൾ ഗെയിം ഇത് അനീഷ് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. കാരണം അനീഷിന് അനിമോളെ കണക്കാവൂന്നറിയില്ല. കാരണം അനീഷ് ഇവിടെ പറയുന്നത്, അനീഷ് അവര് പ്രൊട്ടക്ട് ചെയ്തിരുന്ന് പറയണം. അത് അപ്പാനിക്കും സാബുമാൻ അഗെയിൻസ്റ്റ് ആയിട്ട് പറയണം. അവരവിടെ മാക്സിമം അവരുടെ ഗെയിം കളിക്കാൻ നോക്കി. അവരെന്ന് ചോദ്യം ക്ഷമിക്കണം, അനീഷ് അവിടെ മാക്സിമം അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ ശ്രമിച്ചു. എന്നിട്ട് അവർ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇത് അനീഷിന്റെ ഒരു ഗെയിമല്ല. കിട്ടിയില്ലെങ്കിൽ അത് കുറ്റം തന്റേതല്ല, മറ്റുള്ളവരാണെന്ന് ഇവർ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതേ സെയിം തിങ് ആണ് അന്ന് മറ്റേ ടാസ്കിലും, അതായത് മറ്റേ ഡാൻസ് ടാസ്കിലും പെർഫോമൻസ് ടാസ്കിലും അനീഷ് ചെയ്തത്. പെർഫോമൻസ് അല്ലല്ലോ, മറ്റേ എന്താ ഡെഡ് സോ ടാസ്കിലും അനീഷ് ചെയ്തത്. അങ്ങനെ അനീഷ് എന്ത് ചെയ്യുന്നു? ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ പേരിലൊരു ചർച്ച നടക്കുക. ആൻഡ് എനിവേ ഈ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ടൈമിലാണ് നമ്മുടെ ആര്യൻ എന്ത് ചെയ്യുന്നത്? ആര്യൻ രേണുവിനെ പറ്റിയൊരു പരാമർശം നടത്തുന്നു. അതായത് ഈ രേണു കളിച്ച ഗെയിം എന്താണെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ജിഷിനാണെങ്കിൽ പൊട്ടി ചിരിക്കുന്നുണ്ട്. അപ്പാനി അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. അപ്പാനിയും ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ രേണുസുധി എന്ത് ചെയ്യും? രേണുസുധി സുധിച്ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നു. അത് വല്ലാത്തൊരു, കാരണം ഈ ആര്യന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആര്യന് കറക്റ്റ് ആയിട്ട് ഔചിത്യ ബോധമില്ല. അതായത് എവിടെ എന്ത് പറയണം എന്നുള്ള ഒരു ബോധം ആര്യനില്ല. ആര്യൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഔചിത്യവും ഇല്ല, ഒരു ബോധവും വിവരവും ഇല്ലാതെ ആര്യൻ ചില സമയത്ത് ബിഹേവ് ചെയ്യുന്നത്. ലൈക്ക് ഒരു മെച്യൂർഡ് അല്ലാത്ത ബിഹേവിയറാണ് ആര്യനുള്ളത്. കാരണം അന്ന് ആ ഒരു ഇൻസിഡന്റ് ജിസയിലെ ആര്യനെ പറ്റി അനിമോള് പറഞ്ഞൊരു ഇൻസിഡന്റ്, ആര്യൻ അവിടെ സ്ട്രോങ് ആയിട്ട് അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുകയായിരുന്നു ആര്യന്. പക്ഷെ ആര്യൻ എന്ത് ചെയ്തു? ആര്യൻ മോങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഗെയിം നല്ലത് ആര്യന് ഗെയിം അറിയില്ല. ശരിക്കും ആര്യന് ഗെയിം അറിയില്ല. ആര്യന് ടാസ്ക് കളിക്കാനേ അറിയുള്ളൂ, സീരിയസ്ലി ഉള്ള കാര്യം പറഞ്ഞാൽ. അങ്ങനെ അക്ബർ ഇത് കേട്ടോളന്ന് അക്ബർ നല്ലോണം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ തിരിച്ചടിക്കുന്നുണ്ട്. അനീഷിന് വയ്യാണ്ട ഇരിക്കുകയാണെന്ന് അപ്പാനി പറഞ്ഞപ്പോ ആര്യൻ ചിരിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അപ്പാനി അക്ബറിനിട്ട് പണിയെടുക്കാനാണ് നോക്കിയത് ആര്യനെ വെച്ചിട്ട്. പക്ഷെ ഏറ്റില്ല, അത് മാറിയിട്ടുണ്ട്. അക്ബറിന് മനസ്സിലായി. അക്ബർ നന്ന സ്ട്രോങ് ആയിട്ടാണ് അക്ബർ ആർഗ്യൂ ചെയ്തത്. അതാണ് പറഞ്ഞ അക്ബർ കുറച്ച് പോസിറ്റീവായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത്. എനിവേ അങ്ങനെ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അവർ വഴക്കുണ്ടാവുകയാണ് ഇൻ കേസ്. എന്നിട്ട് അവർ മാറി സംസാരിക്കുന്നുണ്ട്. ആര്യൻ പോയിട്ട് രേണുവിനടുത്ത് പോയി സോറി പറയുന്നുണ്ട്. രേണു ഒന്നും മിണ്ടുന്നില്ല, രേണു തളർന്നു കിടക്കുകയാണ്. ആൻഡ് ആ പ്രശ്നം അവിടെ തീർത്തു. ആര്യൻ അവിടെ തീർത്തു.
ഇതിനുശേഷം നമ്മുടെ കഥാനായികമാർ, അതായത് ഈ ബിഗ് ബോസ് സീസൺ 7 കൊണ്ടുപോകുന്ന നമ്മുടെ കഥാനായികമാരായിട്ടുള്ള ജിസയിലും അനുമോളും ജയിലിലേക്ക് പോവാണ്. ആൻഡ് ഇവര് തമ്മിലുള്ള ഈ സമയത്താണ് കേട്ടോ നമ്മുടെ അപ്പാനിയും സാബുമാനും അനീഷിനെ അവര് തമ്മിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇവര് ജയിലിൽ പോകുമ്പം ഇവര് സംസാരിക്കുന്നുണ്ട്. അനിമോള് സംസാരിക്കുന്നുണ്ട്, ജിസയിലും സംസാരിക്കുന്നു. പക്ഷെ ജിസയിൽ കറക്റ്റ് കാര്യം, പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടോ, ജിസയിൽ എവിടെ സ്ട്രോങ് ആയിട്ട് കറക്റ്റ് ഞാൻ സ്ട്രോങ് ആണ്, നീ ഇങ്ങനെ കരയുന്നത് എന്തിനാണ്? ജിസയിൽ ചോദിക്കട്ടെ, നീ ഇങ്ങനെ കരയുന്നത് എന്തിനാണ്? അന്വേഷണം നീ വീക്ക് ആണെന്നാണ് അർത്ഥം. നീ ഇങ്ങനെ കരയുന്നത് എന്തിനാണ്? ഞാനിവിടെ സ്ട്രോങ് ആയി, ഞാൻ എത്ര ഇമോഷൻസ് വന്നാലും ഞാൻ കരയാറില്ല. കാരണം എന്താ? ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്, ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയില്ലേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്നൊക്കെ പറഞ്ഞ് അനുമോള് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ എന്താണ്? അനുമോളെന്ന് ചോദിക്കാൻ, നീ കൊച്ചുനാൾ മുതൽ ഇത്ര വാശിക്കാരിയാണോ? അപ്പൊ അനുമോള് ഞാൻ വാശിക്കാരിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ അവിടെ ജിസയില് മുമ്പിൽ ഇമോഷണൽ ആവണം. ഇത് കാണുമ്പോൾ ജിസയിൽ അനുമോളിന് അടുത്ത് വന്നിരിക്കുന്നുണ്ട്. മാക്സിമം ജിസയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ അനുമോൾ അടുക്കുന്നില്ലെന്നുള്ളത് അത് അനുമോൾക്ക് തന്നെയാണ് നെഗറ്റീവ്. അനുമോൾ ശരിക്കും അവിടെ അനുമോൾക്ക് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടണം. അതായത് അനുമോൾക്ക് അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അനുമോൾ ഗെയിം കളിക്കുകയാണ്. അനുമോള് റിയലി അവിടെ നിന്ന് ഗെയിം കളിക്കുകയാണ്. അനുമോൾക്ക് ഒരു സ്ക്രീൻ സ്പേസും അനുമോൾക്കൊരു എന്താ പറയാ ഒരു പ്ലേസും കിട്ടണം. അതിന് വേണ്ടിയിട്ട് അനുമോള് നല്ല ഒരു ക്യാമറ സ്പേസ് അനുമോൾക്ക് ഫോക്കസ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അനുമോൾ ഗെയിം കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അനുമോള് പോകുന്ന റോങ് വേയിലൂടെയാണ്. കാരണം ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ജിഷിന്റെ അവിടെ ആർഗ്യുമെന്റ് അവിടെ നടക്കുമ്പോൾ ജിഷിനെ സപ്പോർട്ട് ചെയ്ത അനുമോള് മാത്രമാണ്. എങ്ങനെ ഇരിക്കണം? ഞാൻ കണ്ടു ബസാറിന് മുമ്പേ പുറത്തിറങ്ങി ഞാൻ കണ്ടു അനുമോള് പറയാണ്. കാരണം ഈ ബോംബ് പൊട്ടുമ്പോൾ പണി കിട്ടുന്ന അനുമോൾക്കും കൂടെയാണ്. വീട്ടുകാർക്ക് എന്ന് പറയുമ്പോൾ അനുമോൾക്ക് പണി കിട്ടിയിട്ടുണ്ട്, അനുമോൾക്കും കൂടിയാണ് പണി കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അനുമോളിന്റെ ഗെയിമിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അനുമോൾക്ക് തോന്നിയ രീതിയിലാണ് അനുമോൾ ഇപ്പൊ അപ്പൊ തോന്നുന്നത് അപ്പൊ പോലെ ചെയ്യുക. അതാണ് അനുമോളിന്റെ ഗെയിം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ച മുമ്പുള്ള അനുമോളെ ഈ പ്രാവശ്യം കണ്ടില്ല. വേറെ കരയുന്ന അനുമോളായിരുന്നു സീരിയസ്ലി പറയുകയാണെങ്കിൽ. ഇവിടെ ബോൾഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷെ അനുമോളിന്റെ ഒരു റോങ് ഗെയിമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റോങ് ഗെയിമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അനുമോള് പോവും. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഇതിന് ശേഷം ഈ ജയിലിന് ശേഷം ഇവിടെ ലൈറ്റ്സ് ഓഫ് ആയതിനു ശേഷം ആദിലയും ശൈത്യയും സംസാരിക്കുന്നുണ്ട്. ആദിലയും ഇപ്പൊ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ നോക്കുകയാണ്. ആദില പറയുന്നുണ്ട് ശരിക്കും ശൈത്യ നീയല്ലേ കട്ടപ്പ, അനുമോളാണ് കട്ടപ്പയെന്ന് ആദില പറയണം ശൈത്യയോട്. ശൈത്യയോടെ പറയുന്നത് ഇവിടെ ശരിക്കും ഇന്ന് ഗെയിം കളിക്കുന്നത് അനുമോളാണെന്ന്. അവിടെയാണ് എപ്പിസോഡ് ഇല്ലാതെ ശരിക്കും നിന്ന് ഗെയിം കളിക്കുന്നത് അനുമോളാണ്. അനുമോളുടെ മനസ്സിൽ അനുമോൾക്ക് ഒരു ഗെയിം ഉണ്ട്, അനുമോള് ഗെയിം കളിക്കുന്നുണ്ട്, നല്ലൊരു ഗെയിം അനുമോള് കളിക്കുന്നുണ്ട്. പക്ഷെ കളിക്കുന്ന ഗെയിം എന്താണ്? അത് അനുമോൾക്ക് തന്നെ വിനയാവാനുള്ള ചാൻസ് ആണ് കൂടുതലും വരുന്നത്. മനസ്സിലായോ? അനുമോൾക്ക് തന്നെ വിനയാവാനുള്ള ചാൻസ് ആണ് അനുമോൾ കൂടുതലും വരുന്നത്. സീരിയസ്ലി ഇപ്പം ആദിൽ എന്തായാലും അനുമോളെ വിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ആദിലയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആരും അനുമോൾക്ക് അനുമോള് പക്ഷെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം വൈൽഡ് കാർഡുകൾ ഡിപ്പെൻഡ് ചെയ്യാൻ അനുമോൾ തുടങ്ങിയിട്ടുണ്ട്. അതും അനുമോൾക്ക് വിനയാവും. സീരിയസ്ലി ഈ വൈൽഡ് കാർഡ് വെറും ഫ്ലോപ്പാണ്. മിക്കവാറും എല്ലാം ചവിട്ടി ഇറങ്ങി പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ശ്രീകുമാർ ചെയ്ത പോലെ ടാസ്ക് മാത്രം നന്നായിട്ട് കളിച്ചിട്ട് ഫിനാലയിൽ എത്തണം. അങ്ങനെ കളിക്കേണ്ടി വരും നമ്മുടെ വൈൽഡ് കാർഡുകൾ. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോ, അതായത് ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഗെയിം കളിച്ചോ, കുഴപ്പമില്ല, അങ്ങനെ ഗെയിം കളിച്ചോ. പക്ഷെ അതിൽ ഒരു ലോജിക്കോട് കൂടി ഗെയിം കളിക്കുന്നത് നന്നായിരിക്കും. സീരിയസ്ലി ഇത് ഒരുമാതിരി ഗെയിമാണ് അനുമോൾ കളിക്കുന്നത്. അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് എനിവേ ഒരു നോർമൽ എപ്പിസോഡ് തന്നെയായിരുന്നു. ഇനിയിപ്പം BB+ൽ നമ്മുടെ അനുമോള് സ്റ്റോറി പറയുന്ന ഒരു സീനുണ്ട്. അനുമോളുടെ സ്റ്റോറി അനുമോള് പറയുന്നുണ്ട്. നമുക്ക് അതിലെന്ത് കണ്ടതൊന്നും കാണാറില്ല, എന്നാലും നോക്കാം. എനിവേ ഇത്രയെന്ന് പറയാനുള്ളൂ, റിവ്യൂ ആയിട്ട് പറയാനുള്ളൂ. വലിയ കണ്ടതൊന്നും ഇല്ല, ഇത്രയെന്ന് പറയാനുള്ളൂ. സോ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു.